മണ്ടൂര്. നമസ്കാരം കേട്ടോ. വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഞങ്ങൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലക്കി ഡ്രോ നമ്മൾ ഇവിടെ വെച്ചിരുന്നു. അപ്പോൾ അത് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആയിട്ടുള്ള മൊയ്തൂന്, അദ്ദേഹം ഒരു വലിയ ഫുട്ബോൾ പ്രേമിയാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇതെൻ്റെ വൈഫാണ്. അപ്പോൾ എൻ്റെ വൈഫ് മണ്ടോദരിയാണ് ഈ ഒരു പ്രൈസ് കൊടുക്കുന്നത് അദ്ദേഹത്തിന്. മണ്ടു. അപ്പോൾ വളരെ ഹാപ്പിയാണ് ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം കേട്ടോ. കാരണം നമ്മുടെ ലോകകപ്പ് ടൂർണമെന്റ് നടക്കുമ്പോൾ അവിടെ പോയിട്ട് നമ്മുടെ നാട്ടിലൊരാൾക്ക് കളി കാണാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ഓക്കെ, അപ്പൊ ഒരു ഹാപ്പി അല്ലേ? ക്രിക്കറ്റ് ലോകകപ്പ് വരുമ്പോഴും ഇതുപോലത്തെ തീർച്ചയായിട്ടും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ആണോ? ഞാനും ബ്രസീൽ. ഞാൻ അർജന്റീന. ആണോ? ഞാനും അർജന്റീന. ആൾക്കാരുടെ കൂടെ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ ലക്കി ഡ്രോ ഒന്നും വെച്ചില്ലെങ്കിൽ തന്നെ ഇപ്പൊ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും ഇപ്പൊ നമുക്ക് അരിക്ക് 45 രൂപ റേറ്റ് ഉള്ള സമയത്ത് നമുക്ക് 44 രൂപയുണ്ട്. അതേപോലെ നമ്മൾ തക്കാളിക്ക് ഒരു 35 രൂപ വില വരുമ്പോൾ നമുക്ക് 34 രൂപയുള്ളൂ. അതേപോലെ നമ്മൾ ഇവിടെ വെക്കുന്ന ഓരോ സാധനങ്ങളും ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇപ്പോ പാത്രങ്ങൾ 5 ലിറ്റർ കുക്കറിന്റെ കൂടെ നമ്മളൊരു നോൺ സ്റ്റിക് പാൻ കൊടുക്കാറില്ലേ? അതെ. കത്തി നല്ല തരത്തിലുള്ള കത്തികളുണ്ട്. അത് നമുക്ക് വളരെ ചീപ്പ് റേറ്റിനാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. പിന്നെ ഈ പറയുന്നത് പോലെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ലക്കി ഡ്രോ ഞങ്ങളുടെ ഒരു ഈ നാടിന്റെ ആവേശത്തിനൊപ്പം നിൽക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഹാപ്പി ആണല്ലോ? അപ്പൊ ഇത് കൊടുക്കാല്ലേ? നോക്കാലോ ഒരു ചെറിയ വലിയ പ്രശ്നമുണ്ട്. നമ്മുടെ മൊയ്ത് വീണ്ടും ബോധം കിട്ടി. എന്തിന് പിന്നെയും ബോധം കിട്ടാ? അയാൾക്ക് പണ്ടേ ബോധമില്ല. ശീതളനല്ലേ അയാൾ ഇന്നലെ വേൾഡ് കപ്പ് കാണാനുള്ള ടിക്കറ്റ് എന്ന് പറഞ്ഞ് കവറിലിട്ട് കൊടുത്തല്ലോ. അതിനകത്ത് ടിക്കറ്റ് മാത്രമേ ഉള്ളൂ. എന്റെ മണ്ടന്മാരെ, പിന്നെ അയാൾ എങ്ങനെ അങ്ങോട്ട് പോവും ഇങ്ങോട്ട് വരികയും ചെയ്യും? ഫ്ലൈറ്റ് ടിക്കറ്റ് വേണ്ടേ? പിന്നെ അവിടെ പോയി നിൽക്കാനുള്ള ചെലവും അതിനുള്ള താമസ സൗകര്യം അതിനുള്ള പൈസയൊക്കെ എന്ത് ഒന്നുമില്ലേ? അതെല്ലാം കയ്യിൽ നിന്ന് കൊടുക്കണമെന്ന് 1.5 ലക്ഷം രൂപ കയ്യിൽ നിന്നാവൂലേ? അപ്പൊ ഇയാള് കൊടുക്കാന്നാണല്ലോ പറഞ്ഞേ. സത്യമായിട്ട് അയാൾ തട്ടിപ്പാണ്, അത് ചോദിക്കണം. അവൻ ഫ്രോഡാണ്, അവൻ ഉടായ്പാണ്. അയ്യോ, അങ്ങനെ ചോദിക്കണല്ലോ. അങ്ങനെ വിട്ടാ പറ്റില്ല. നമുക്ക് പോയി ചോദിച്ചിട്ടാണ്. എന്താ തുറക്കാൻ പറ്റില്ല? എന്താ ഒന്നും അറിഞ്ഞൂടെ? താൻ എവിടുത്തെ കച്ചവടക്കാരനാണോ? എവിടെ കച്ചവടക്കാരാ? ഇയാൾക്ക് എന്റെ ടിക്കറ്റ് എന്റെ ടിക്കറ്റ് വരട്ടെ, പറയട്ടെ. എന്താ പ്രശ്നം? പന്ത് കളി കാണാൻ ടിക്കറ്റ് കൊടുത്തോ? തന്നല്ലോ. തന്നില്ലേ? പിന്നെന്താ പ്രശ്നം? പിന്നെ പന്ത് കളി കാണുന്ന സ്ഥലത്തേക്ക് എങ്ങനെ പോവുകയാണ്? അതറിയില്ലേ നിങ്ങൾക്ക്? ഫ്ലൈറ്റ് വിളിച്ചു പോകണം. ഫ്ലൈറ്റിലാണ് പോകേണ്ടത്, അല്ലാതെ വേറെ മാർഗമില്ലല്ലോ. എന്താണ് കാര്യം? പറയട്ടെ. ഇയാൾ എന്താണ് അവിടെ പരസ്യത്തിൽ പറഞ്ഞത്?
എന്താ സൗജന്യമായിട്ട് ഖത്തറിൽ പോയിട്ട് വേൾഡ് കപ്പ് കാണാനുള്ള സമ്മാനം എന്നല്ലേ പറഞ്ഞത്? No, no. No, no. ഇത് ഗ്രൗണ്ട് അല്ല, ഇത് എന്റെ വീടാണ്. നിങ്ങൾ പരസ്യത്തിൽ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? സൗജന്യമായി ഖത്തറിൽ പോയി വേൾഡ് കപ്പ് കാണാനുള്ള ലക്കി കൂപ്പൺ നൽകുന്നല്ലേ? അല്ലല്ല, അത് തെറ്റി കറക്റ്റ് പറഞ്ഞു കൊടുക്കും. അതായത് ഞങ്ങളുടെ പരസ്യവാചകം ഇതായിരുന്നു, ഖത്തറിൽ പോയി സൗജന്യമായി കളി കാണാനുള്ള കൂപ്പൺ. ഇത് രണ്ടും ഒന്നല്ലോ. അത് എങ്ങനെയാ രണ്ടാവുന്നത്? നിങ്ങൾ പറഞ്ഞത് എന്താ? സൗജന്യമായി ഖത്തറിൽ പോയി കളി കാണാനുള്ള ടിക്കറ്റ്. അതാ. ഞങ്ങൾ പറയുന്നതല്ല, ഞങ്ങൾ പറഞ്ഞത് ഖത്തറിൽ പോയി സൗജന്യമായി കളി കാണാനുള്ള ടിക്കറ്റ്. ഓ അത് ശരി. അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ പോയി കളി കാണണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ ഇങ്ങോട്ട് തിരിച്ചു വരാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. നിങ്ങളുടെ വീട്ടിലേക്ക് വരണോ വരണ്ടേ എന്നുള്ളത് ഇത് ഭയങ്കര ചതിയാണ്. ഇതിലെന്താണ് ചതി? നിങ്ങൾക്ക് കളി കാണാനുള്ള ഒരു ടിക്കറ്റ് ഞങ്ങൾ തന്നതാണോ ചതി? അതെ. ഇയാള് ഉടായിപ്പാണ്. ഈ കഴിഞ്ഞ ഓണത്തിന് എന്താ പറഞ്ഞ 3000 രൂപ മിക്സി 1000 രൂപയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞു. എന്റെ ഭാര്യ തള്ളിക്കൊണ്ട് രാവിലെ കട തുറന്നപ്പോ ചെന്നപ്പോ ഇയാള് പറയുന്നത് മിക്സി തീർന്നു പോയെന്ന്. കാര്യം പറയൂ. ഒരു കാര്യം പറയട്ടെ, താൻ അവിടേക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് കൊടുക്കണം, ഈ കളി ആളുകളുള്ള ടിക്കറ്റ് അത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ ഇതിൽ പറഞ്ഞിട്ടില്ല. കോടതിയിലേക്ക് താൻ അനുഭവിക്കും. എന്റെ കട ഞങ്ങൾ ഇവിടെ കൂട്ടിക്കും. അയ്യോ നിങ്ങൾ അങ്ങനെ, അതെ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആകെ പ്രഷറിലാണ്. ഞാൻ നിൽക്കൂ മണ്ടു, എല്ലാവർക്കും ഓരോ ജ്യൂസ് കൊടുക്കും. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുത്തോ? അയ്യോ അങ്ങനെ പറയരുത്, അങ്ങനെ പൈസ കൊടുക്കാന്ന് പറ. പിന്നെ തരാം. ഞങ്ങൾ വീണ്ടും തരും. അയ്യോ അങ്ങനെ പറയല്ലേ. മറിമായം